അമ്മ, ഞാൻ തെറ്റ് ചെയ്തോ? ഈ വേദന എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അമ്മയുടെ മുന്നിൽ ഞാൻ തല തല്ലി മരിക്കണ്ടെങ്കിൽ ലച്ചു ഒന്നും ആഗ്രഹിച്ചിട്ടില്ല എന്ന് തെളിയിച്ചു തരൂ. വിശ്വസിച്ചല്ലോ, എനിക്കത് മാത്രം മതി. ഇനി ആരെന്ത് പറഞ്ഞാലും എനിക്ക് വേദനിക്കില്ല. ദൈവമേ, അമ്മു. മോളെ അമ്മു, നിങ്ങൾ എവിടെയാ? ദിനേശേട്ടാ. അമ്മു, നിന്റെ ശബ്ദം വല്ലാതിരിക്കുന്നല്ലോ. ഇനിയെങ്കിലും ഒന്ന് പറ. നിങ്ങൾ എവിടേക്കാ പോയത്? സിദ്ധിമുത്തിയുടെ അടുത്തേക്കാണോ? അതെ. നമ്മൾ ജയിക്കും അമ്മു. ആ ചികിത്സ ഭരിക്കും. അവിടെ ദേവിയുമുണ്ട്. സിദ്ധിമുത്തിയെ കൊണ്ട് ചേച്ചിയെ ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞു. എന്താ അമ്മു ഞാൻ ഈ കേൾക്കുന്നത്? ആ പ്രതീക്ഷ വെച്ചിട്ട് നീ ശ്രീകുട്ടി അവിടെ കൊണ്ടുപോയത്? ചേച്ചിയുടെ കാലുകൾക്ക് ഒരു ദോഷം വരില്ല എന്ന് സിദ്ധിമുത്തി പറഞ്ഞിട്ടുണ്ട്. ആരെയോ കാണാനും പോയിട്ടുണ്ട്. എങ്കിലും ഇനി എന്ത് വിശ്വസിച്ച് കഴിച്ചുകൂട്ടും ദിനേശേട്ടാ? ഇവിടെ ഓരോ ദിവസവും ഓരോ സംഭവങ്ങൾ അമ്മു നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ വിവാഹ നിശ്ചയം നടത്തണമെന്ന ദക്ഷയുടെ ആവശ്യം. ദിനേശേട്ടാ, അവർക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ അവര് ചെയ്യട്ടെ. അതുകൊണ്ടൊന്നും തീർന്നില്ല അമ്മു. എനിക്ക് എന്റെ ചേച്ചിയുടെയും അദ്ദേഹത്തിന്റെയും വിവാഹം നടന്നു കാണണം. അത് സഞ്ജനയുമായി വിവാഹം ഉറപ്പിച്ച ദിവസം തന്നെ നടന്നു കാണണം. അവസാന പ്രതീക്ഷ ആ മുത്തിയായിരുന്നില്ലേ അമ്മു? നിന്നെ വിശ്വസിച്ച ഞങ്ങൾ കഴിയുന്നതും. ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും ദിനേശേട്ടാ. ദിനേശേട്ടൻ ഇതൊന്നും ആരോടും പറയാൻ നിൽക്കണ്ട. ഒരുപാട് പേര് ഒരേ കാര്യം സംസാരിച്ച് അതൊരു വിഷയമാക്കാതെ വേണം മുന്നോട്ട് പോവാൻ. അതിന് ദൈവം ശക്തി തരും. ഇവിടെ എല്ലാവരും വലിയ സങ്കടത്തിലാമോ? ചേച്ചി നടന്നാ തീരാവുന്ന സങ്കടം എല്ലാവർക്കും ഉള്ളൂ. അന്നേരം പാപങ്ങൾ ഒഴിഞ്ഞു പോയെന്ന് മുത്തശ്ശനും അമ്മയും വിശ്വസിച്ചോളും. ദിനേശേട്ടനൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. കാരണം കവിത ചേച്ചിയോട് നിരന്തരം ദിനേശേട്ടൻ വഴക്കിന് പോകുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇപ്പൊ അവരുടെ മുന്നിൽ ഏക ശത്രു ദിനേശേട്ടനാ. എന്നെ ആരും ഒന്നും ചെയ്യില്ലമ്മോ. നിങ്ങൾ എവിടെ ഉണ്ടെന്ന് കവിതയോ ദക്ഷയോ അറിയാൻ പാടില്ല. ശരി ദിനേശേട്ടാ,
ഞാൻ ക്ഷേത്രത്തിലേക്കൊന്ന് ഓടി വന്നതാ. ദിനേശേട്ടനെ ഒന്ന് വിളിക്കണമെന്ന് തോന്നി. ഞാൻ ദിനേശേട്ടനെ വിളിച്ചോളാം. അമ്മു അമ്മു കട്ട് ചെയ്യരുത്. ഹലോ, അവള് കട്ട് ചെയ്തല്ലോ. എന്തായാലും അവൾക്ക് വിളിക്കാൻ തോന്നിയല്ലോ. സഞ്ജനയ്ക്ക് പിന്നാലെ അദ്ദേഹം ഇവിടെ എത്തിയോ? സിദ്ധിമുത്തി, മോളെ ലച്ചു, ക്ഷേത്രത്തിൽ വന്നതാണല്ലേ? നന്നായി. സിദ്ധിമുത്തി എങ്ങനെ കാറിൽ വന്നു? ഭദ്രേത്ത് മനയിലെ ഭദ്രൻ മൂസിനെ ചെന്ന് കണ്ട് അപേക്ഷിക്കാനാ ഞാൻ പോയത്. മാന്ത്രികനും താന്ത്രികനും വൈദ്യനുമാ അദ്ദേഹം. ആ വഴി കുറേ ദൂരം നടന്നപ്പോ എന്റെ കാലുകൾക്ക് നീര് വന്നു. വഴിയിൽ കുറച്ചു നേരം ഇരുന്നപ്പോ ദേവി കൂട്ടിക്കൊണ്ടു വന്ന പോലെ മോളുടെ ഭർത്താവ് അവിടെ വന്നു. കാര്യങ്ങളൊക്കെ ഞാൻ മോനോട് പറഞ്ഞു. എന്നെയും കൂട്ടി നേരെ തിരുമേനിയുടെ മനയിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹം ചേച്ചിയെ ചികിത്സിക്കാന്ന് സമ്മതിച്ചോ? കുട്ടിയെ കൊണ്ടുചെല്ലാൻ തിരുമേനി പറഞ്ഞു. ഇന്ന് തന്നെ മനയിലേക്ക് പോകണം. ഇനി ഒരു ദിവസം പോലും വൈകാൻ പാടില്ല. വലിയ ശിവഭക്തരാ അവര്. പെരുവണ്ണാപുരം പുഴയ്ക്കക്കരയാ പേരുകേട്ട ആ മന. ലക്ഷ്മി വീട്ടിലെത്തുമ്പോ അവര് പോകാൻ റെഡിയായിട്ടിരിപ്പുണ്ടാവും. സിദ്ധിമുത്തി മനയിൽ വെച്ച് തന്നെ പ്രഭയങ്കലിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നീ ക്ഷേത്രത്തിലാണെന്നുള്ള വിവരം അറിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. എങ്ങനെയാ സിദ്ധിമുത്തിയോട് ഞാനിതിന് നന്ദി പറയേണ്ടെന്ന് എനിക്കറിയില്ല. എന്റെ ചേച്ചിയുടെ കാലുകൾ മുറിച്ചു മാറ്റണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതൊന്നും സംഭവിക്കില്ല. എന്റെ ലച്ചുമോളുടെ പ്രാർത്ഥനകളൊന്നും ദേവി കേൾക്കാതെ പോവില്ല. പെരുവണ്ണാപുരത്തമ്മയുടെ കുഞ്ഞല്ലേ നീ? കുഞ്ഞിന്റെ സങ്കടം മാറ്റിക്കൊടുക്കേണ്ടത് അമ്മ തന്നെയല്ലേ? ഇനി ഞാൻ അങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ. അവരുടനെ പുറപ്പെടുകയല്ലേ? സിദ്ധിമുത്തിയെ ഞാൻ കൊണ്ടുവിടാം. കാല് വയ്യാത്തല്ലേ? വേണ്ട മോനെ. മോനെ എത്രയും വേഗം ലച്ചുമോളെ വീട്ടിലെത്തിക്ക്. ഞാൻ നടന്നു പോയിക്കൊള്ളാം. ചേച്ചിയുടെ ചികിത്സ നടക്കുമ്പോ സിദ്ധിമുത്തി മനയിലേക്ക് വരണേ. വരാം മോളെ. തിരുമേനിക്ക് ഞാൻ കുറച്ചു മരുന്നുകൾ കൊടുക്കുന്നുണ്ട്. എന്നാ വൈകണ്ട, രണ്ടുപേരും ചെന്നാട്ടെ. ദീർഘസുമംഗലീ ഭവ. ശരി മോളെ. സിദ്ധിമുത്തിയുടെ പരീക്ഷണത്തെപ്പറ്റി എന്നോട് അവർ പറഞ്ഞു. സ്വാതി നടക്കുമെന്ന് അവർ ഉറപ്പ് തന്നിട്ടുണ്ട്. നിങ്ങളൂടെ ആ മനയിലേക്ക് പോയോ? ഇല്ല, സിദ്ധിമുത്തി എന്നെ കാറിലിരുത്തിയിട്ടാ പോയത്. ഒരാളെ കൂട്ടിക്കൊണ്ടുവന്ന എന്ന പ്രതീതി മോസിന് തോന്നാതിരിക്കാനാവും. നീ കാറി കയറ്, നിന്നെ ഞാൻ തച്ചിലെടുത്ത് കൊണ്ടുവിടാം. നിങ്ങളെ കണ്ട ചേച്ചി പിന്നെ ചികിത്സയ്ക്ക് തയ്യാറായിന്ന് വരില്ല. നീ കേറ്. എന്റെ അവസ്ഥ എന്താന്ന് എനിക്ക് നന്നായിട്ടറിയാം.
നീ കൂടി എന്നെ അകറ്റി നിർത്തരുത്. എന്റെ ഏക ആശ്വാസം നീയാ ലക്ഷ്മി. കേറ്. ഇവനൊക്കെ നല്ല തല്ല് കിട്ടാത്തതിന്റെ കേടാ. വേണ്ട, സ്കൂട്ടാവാൻ നോക്ക്. ആളറിയാതെ കളിക്കാൻ വന്നല്ലേ, നീയൊക്കെ ഒരു പാഠം പഠിച്ചേ പോവൂ. എന്താടാ നീ എല്ലാ പാടവും പഠിച്ചവനാണോ? ഷോപ്പിംഗ് മാളിന്റെ മുന്നിൽ വെച്ച് നിന്റെ ബൈക്ക് എന്റെ കാറിലൊന്നും തട്ടിയത്. എന്നിട്ട് ഞാന് അത് വിട്ടുകളഞ്ഞതാ. എന്നിട്ട് ചൊറിഞ്ഞ് അടി വാങ്ങിക്കൊണ്ട് പോവാൻ നീയൊക്കെ പിന്നാലെ വന്നിരിക്കുന്നു. എടാ, ഞാൻ ആരാണെന്നേ നിങ്ങൾക്ക് രണ്ടിടത്തിനും അറിയത്തില്ല. അതുകൊണ്ടാ ഈ അഭ്യാസം. നീ ദിനേശനല്ലേ? അറിയാടാ, എല്ലാം അറിഞ്ഞിട്ടാ ഞങ്ങൾ പിന്നാലെ കൂടിയത്. ഇതൊരു കൊട്ടേഷനാടാ മോനെ ദിനേശ. സഞ്ജുവിനെ കൊണ്ട് സഞ്ജനയുടെ കല്യാണം നടത്താമെന്ന് ആരും കരുതണ്ട. ഇതുപോലൊരു വീട്ടിലേക്ക് ദക്ഷയുടെ മകൾ വലതുകാലം വെച്ച് കേറാനും പോകുന്നില്ല. നിന്റെ ഈ വെല്ലുവിളി തീരാൻ ഇനി അധിക ദിവസമില്ല. സഞ്ജന മാത്രമല്ല, അവളുടെ അമ്മാവൻ ഗൗതവും ഈ വീട്ടിൽ തന്നെ ജീവിക്കും. അന്ന് നിന്റെ പടിയിറക്കമായിരിക്കും. കാരണം കവിത ചേച്ചിയോട് നിരന്തരം ദിനേശേട്ടൻ വഴക്കിന് പോകുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇപ്പൊ അവരുടെ മുന്നിൽ ഏക ശത്രു ദിനേശേട്ടനാ. അടിച്ചൊടിക്കടാ അവന്റെ കൈയും കാലും. അമ്മോ, ഞാൻ നിന്നോട് ചെയ്ത ശിക്ഷയാ ഈ അനുഭവിക്കുന്നത്. എന്നിട്ട് നീ എനിക്ക് മുന്നറിയിപ്പ് തന്നു. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇങ്ങനൊരു സാധ്യത മുന്നിൽ കണ്ടിരുന്നെങ്കിൽ സഞ്ജനയുടെ പ്രപ്പോസൽ വരുന്നതിന് മുന്നേ നമുക്ക് സ്വാതി ഇവിടെ എത്തിക്കായിരുന്നു. അതിന് താമസിച്ചു പോയിട്ടില്ലെന്നാ ഞാൻ കരുതുന്നത്. എന്റെ കണക്കുകൂട്ടൽ ശരിയായി വരുമെങ്കിൽ നിശ്ചയിച്ച വിവാഹത്തിന് മുമ്പ് ചേച്ചി സുഖപ്പെടും. വിവാഹ മുഹൂർത്തം കുറിക്കുന്ന സമയത്ത് നീ അത് പറഞ്ഞപ്പോ എല്ലാവരും അതൊരു തമാശയായിട്ട് കണ്ടു. ഞാൻ പോലും അത് കാര്യമായിട്ട് എടുത്തില്ല. പക്ഷേ സിദ്ധിമുത്തി എനിക്ക് ഉറപ്പ് തന്നപ്പോ
ഞാൻ അനുഭവിക്കുന്ന ആശ്വാസം എത്ര വലുതാണെന്നറിയോ? ജീവിതത്തിൽ ഒരാൾ ആശ്വാസമാവുന്നത് എങ്ങനെയാണെന്ന് നിന്നിലൂടെ ഞാൻ അറിയാണ് ലക്ഷ്മി. നീ എനിക്ക് ആരാണെന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എന്തിന് നീ എൻ്റെ മുന്നിലേക്ക് വന്നതെന്ന് പോലും. അതിനെല്ലാം എനിക്കിപ്പോൾ ഉത്തരം കിട്ടുക. എൻ്റെ മാത്രമല്ല, എൻ്റെ കുടുംബത്തിൻ്റെ മുഴുവൻ നന്മയ്ക്ക് വേണ്ടിയാണ് നീ വന്നത്. ദൈവത്തിൽ എനിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടത് എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ എൻ്റെ അച്ഛൻ്റെ ദൈവം തട്ടിയെടുത്തപ്പോഴാണ്. ഇപ്പം ആ ദൈവത്തെ തന്നെ ഞാൻ വിശ്വസിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അത് നിന്നിലൂടെ. നിന്നെ ഞാൻ രക്ഷിച്ചേന് നീ എന്നെ ദൈവമായിട്ടാണ് കാണുന്നതെന്ന് പറയാറില്ലേ? അതുപോലെ ഇനി എനിക്കും തിരിച്ചു പറയാം, നീ എനിക്ക് ദൈവമാണെന്ന്. നിങ്ങൾ അങ്ങനെയൊന്നും പറയരുത്. എന്റെ മുന്നിൽ നിങ്ങൾ ഒട്ടും താഴ്ന്നു പോകാൻ പാടില്ല. അവർ പുറപ്പെടാൻ തയ്യാറായ കാത്തിരിപ്പുണ്ട്. ഇതിപ്പോ ഈ ചിത്രത്തിൽ ഞാനില്ല. സ്വാതിയെ കൊണ്ടുപോകേണ്ടവനാ ഞാൻ. പക്ഷേ മാറി നിന്ന് കാണാനുള്ള വിധിയാ എനിക്ക്. നീ ചെല്ല്. ആരും അറിയാതെയാണെങ്കിലും കൂടെ വരില്ലേ? ഞാനുണ്ടാവും. അമ്മൂനെ കാണുന്നില്ല. അവള് തൊഴാൻ പോയതല്ലേ മോളെ, ഇപ്പൊ ഇനി എത്തും. നമ്മളോട് റെഡിയായി നിൽക്കാൻ വിളിച്ചു പറഞ്ഞിട്ട് നേരെ എത്രയായി? ഞാൻ അന്വേഷിച്ചു പോണോ? ആ അതേ ലക്ഷ്മി വന്നല്ലോ. ആ മോളെ, നമുക്കവിടെ താമസ സൗകര്യം കിട്ടുമോ? ആ, ഉറപ്പായിട്ടും കിട്ടും. വേണ്ടതൊക്കെ സിദ്ധിമുത്തി ചെയ്തിട്ടുണ്ട്. സിദ്ധിമുത്തി ഇങ്ങോട്ട് വരാൻ തുടങ്ങുമ്പോഴാ എന്നെ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടത്. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങാം. അമ്മോ, വീട് പൂട്ടി കീ കൊടുക്കണ്ടേ? അത് ഞാൻ ശ്യാമള ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്. പോവാ മോളെ. ആരാ? എന്റെ പേര് പ്രഭാചന്ദ്രൻ. അനുവാദം വാങ്ങിയിട്ടാണോ വന്നിരിക്കുന്നത്? ആ അതെ, പെരുവണ്ണാപുരത്തെ സിദ്ധിമുത്തി പറഞ്ഞത് പ്രകാരം വന്നതാ. ഓ, കാലുകൾക്ക് തളർച്ച വന്ന കുട്ടിയും കൊണ്ടുവന്നാണോ? ആ അതെ. തിരുമേനി പൂജാമുറിയില്ല, ഇപ്പൊ പുറത്തു വരും. ആ, കുട്ടിയെ കൊണ്ടുവന്നോളൂ. ശരി. കാഞ്ചന വാ. ആ ശരി. തിരുമേനി, സിദ്ധി പറഞ്ഞ കുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ട്. നോക്കാം.
എവിടെയാ ഇപ്പൊ ആ കുട്ടിയുള്ളത്? പരിശോധനാ മുറിയിലേക്ക് കുട്ടിയെ മാറ്റിയിട്ടുണ്ട്.